ഹലോ, നമുക്കിന്ന് ഫ്രൈഡേ സ്പെഷ്യൽ അയക്കൂറ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാനിതാ 3/4 കിലോ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതാ മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി, ചെറുനാരങ്ങയാലും ചേർക്കുക, പിന്നെ 1 ടീസ്പൂൺ നേരത്തെ പേസ്റ്റ്. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് മീനിൽ തേച്ച് കൊടുക്കാം. ബിരിയാണി ദമ്മിടാനായിട്ടുള്ള ബിസ്ത ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യാനും ചോറിനും മസാലക്കെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മീൻ നല്ലോണം പൊരിച്ചെടുക്കാം. ഞാനിതാ അധികം വലിപ്പമില്ലാത്ത 4 സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ നേരത്തെ പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇട്ടിട്ടുള്ള പേസ്റ്റ്, അത് ബാലൻസ് ചെയ്തിട്ടെടുത്തിട്ട് നല്ലോണം അതും ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ വലിയ സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇനി അടച്ചു വെച്ച് തക്കാളി നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പുളി കുറവായതുകൊണ്ട് കുറച്ചും കൂടി ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ തൈര് താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച മീൻ വെച്ച് കൊടുക്കാം. ദമ്മിടാൻ വേണ്ടി പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്ന് കുറച്ചിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് സെയിം നേരത്തെ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഗീയും സ്പൈസസും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് അരിയാണ്ട് ഞാൻ 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ കഴുകി വെച്ച് അരിയിട്ടിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു കറക്റ്റ് 10 മുതൽ 13 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ നല്ല അടിപൊളി ഗീ റൈസ് കിട്ടും. റൈസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു ടീസ്പൂണും കൂടി ഗീ ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കും. ഇനിത് ലെയർ ചെയ്തിട്ട് ദമ്മിടാം. പൊരിച്ച് വെച്ച ഉള്ളിലേക്ക് ഞാൻ ഗരം മസാലയും മല്ലിയിലയും മാത്രമാണ് മിക്സ് ആക്കിയിട്ടുള്ളത്.
ഇത് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇത് ബാച്ചിലർ സ്പെഷ്യലും കൂടിയാണ്. ഫ്രൈഡേ എന്തായാലും പ്രവാസികൾ ബിരിയാണി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ അടിപൊളി അയക്കൂറ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി വെക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.